Hi all, welcome back to Mint Flavors for you. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ബനാന പുഡിംഗ് ആണ്. ചൈന ഗ്രാസോ ജെലറ്റിനോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ കിച്ചണിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു സിമ്പിൾ ബനാന പുഡിംഗ് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം 1/4 കപ്പ് ഷുഗർ ഒരു പാനിൽ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. ഷുഗർ നന്നായി മെൽറ്റായി ഏകദേശം ഇതുപോലെ ഒരു കാരമൽ കളറായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചൂടുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 2/3 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അറ്റ് എ ടൈം ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഫസ്റ്റ് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ബനാന ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഈ സോസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പഴം ഈ കാരമൽ സോസിൽ 2 മിനിറ്റ് കിടന്ന് കുക്കായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാനിൽ 2 കപ്പ് പാലും 1/4 കപ്പ് ഷുഗറും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ വാനില പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വാനില പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാനില എസൻസ് യൂസ് ചെയ്യാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് കസ്റ്റാർഡ് പൗഡറെങ്കിലും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലംസ് ഒന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. അതുപോലെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം കോൺഫ്ലവർ ചേർത്തത് കാരണം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഏകദേശം ഒരു 4 മിനിറ്റ് ആയി തുടങ്ങുമ്പോൾ നമ്മുടെ മിക്സ് നല്ലപോലെ തിക്കായി തുടങ്ങും. ഇപ്പോൾ ഇത് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ തണുത്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തണുത്ത ശേഷം നല്ലപോലെ തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വിസ്ക് എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. പുഡിംഗ് ഒന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഞാൻ ബേസായിട്ട് ആദ്യം ഈ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് ബനാന പീസസ് റൗണ്ടായിട്ട് വെച്ച് കൊടുത്ത് മേലെ നമ്മുടെ കാരമൽ സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമ്മുടെ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തു. പിന്നെ വീണ്ടും കാരമൽ സോസ് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇത് ചില്ല് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ ബനാന പുഡിംഗ് റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.